ഹായ്, നമസ്കാരം. ശ്രീ സായി സച്ചരിതം അധ്യായം 37. ചാവടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ്. സായിയുടെ ദിനചര്യകളും ജീവിതവും അനുഗ്രഹീതങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മാർഗങ്ങളും കർമ്മങ്ങളും അവർണ്ണനീയങ്ങളാണ്. ചിലപ്പോൾ ബ്രഹ്മാനന്ദം കൊണ്ട് ലഹരി പിടിച്ച പോലെ കാണും. മറ്റു ചിലപ്പോൾ ആത്മജ്ഞാനം കൊണ്ട് സംതൃപ്തനായി കാണും. പലപ്പോഴും പലതും ചെയ്യുമെങ്കിലും അതിലൊന്നും ശ്രദ്ധാലുവായിരിക്കില്ല. പലപ്പോഴും നിഷ്ക്രിയനായി കാണുമെങ്കിലും ഒരിക്കലും വെറുതെ ഇരിക്കില്ല. എപ്പോഴും ആത്മനിൽ മുഴുകിയിരിക്കും. തിരയില്ലാത്ത കടൽ പോലെ ശാന്തനായി കാണുമെങ്കിലും അദ്ദേഹം അഗാധമായ ആഴത്തിലായിരിക്കും. ആർക്കാണ് ആ പ്രത്യേക സ്വഭാവത്തെ വർണ്ണിക്കാൻ കഴിയുക? പുരുഷന്മാരെ അദ്ദേഹം സഹോദരങ്ങളായും സ്ത്രീകളെ സഹോദരിമാരായും അമ്മമാരായും കണ്ടു. അദ്ദേഹം തികഞ്ഞ നിത്യബ്രഹ്മചാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സംസർഗത്താൽ സംജാതമായ വിജ്ഞാനം നമുക്ക് മരണം വരെ നിലനിൽക്കട്ടെ. നമുക്ക് അദ്ദേഹത്തെ എല്ലാ ജീവജാലങ്ങളിലും ദർശിച്ച് അദ്ദേഹത്തിൻ്റെ നാമം എന്നും പ്രേമാദരങ്ങളോടെ സ്മരിക്കുക. ചാവടി എഴുന്നള്ളിപ്പ്. ബാബയുടെ ആവാസസ്ഥാനങ്ങളെ മുമ്പ് വിചാരിച്ചിട്ടുണ്ടല്ലോ. ഒരു രാത്രി മസ്ജിദിലും അടുത്ത രാത്രി ചാവടിയിലുമാണ് അദ്ദേഹം ഉറങ്ങുക. ചാവടി മസ്ജിദിനടുത്തുള്ള 2 മുറികൾ മാത്രമുള്ള ഒരു പൊതു കെട്ടിടമാണ്. ഇവിടങ്ങളിൽ ഒന്നിടവിട്ട് മാറി മാറിയുള്ള ഉറക്കം ബാബയുടെ മഹാസമാധി വരെ തുടർന്നുകൊണ്ടിരുന്നു. 1909 ഡിസംബർ 10 മുതൽ ഭക്തന്മാർ ബാബയെ ചാവടിയിൽ വെച്ച് സ്ഥിരമായി ആരാധിക്കാൻ തുടങ്ങി. ഇത് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ വിവരിക്കാം. ചാവടിയിലേക്ക് പോകാനുള്ള സമയമടുക്കുമ്പോൾ ഭക്തന്മാർ മസ്ജിദിൽ തടിച്ചുകൂടി മുറ്റത്തിരുന്ന് ഭജന നടത്തും. അവരുടെ പിറകെ അലങ്കരിച്ച ഒരു രഥവുമുണ്ടായിരിക്കും. വലതുഭാഗത്ത് ഒരു തുളസി വൃന്ദാവനമാണ്. മുന്നിൽ ബാബയും ഇവർക്ക് മധ്യത്തിൽ ഭജന നടത്തുന്ന ഭക്തന്മാരും. ഭജന ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും സമയത്ത് എത്തിച്ചേരും. പലരും താളം, ചപ്ലാങ്കൊട്ട, എലത്താളം, മൃദംഗം, ഗഞ്ചിറ, ഡോൾ മുതലായ വാദ്യോപകരണങ്ങൾ എടുത്തിരിക്കും. എന്നിട്ടാണ് ഭജന നടത്തുക. ഈ ഭക്തന്മാരെ മുഴുവൻ ആകർഷിച്ചു കൊണ്ടുവന്ന കാന്തശക്തിയാണ് സായിബാബ. പുറമെ ചിലർ തീവെട്ടികൾ ശരിപ്പെടുത്തും, ചിലർ പല്ലക്ക് അലങ്കരിക്കും, ചൂരൽ വടികൾ കയ്യിൽ വെച്ച് സായിബാബ കീ ജയ് എന്നു വിളിക്കും. അവിടം മുഴുവൻ അലങ്കരിക്കും. മസ്ജിദിനു ചുറ്റും വിളക്കുകൾ കത്തിക്കും. ബാബയുടെ കുതിര ശ്യാമവർണ്ണനെ നന്നായി അലങ്കരിച്ച് മുന്നിൽ നിർത്തും. അപ്പോൾ താത്യ പട്ടേൽ ഒരു സംഘം ആളുകളുമായി വന്ന് ബാബയോട് തയ്യാറാവാൻ പറയും. താത്യ പട്ടേൽ വന്ന് ബാബയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതുവരെ ബാബ ശാന്തനായി അവിടെ ഇരിക്കും. താത്യ ബാബയെ മാമ എന്നാണ് വിളിക്കുക. അവർ തമ്മിൽ അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു. ബാബ കഫ്നി ധരിച്ച് സത്ക കയ്യിലെടുത്ത് ചിലിം പൈപ്പും പുകയിലയും എടുത്ത് ചുമലിൽ ഒരു വസ്ത്രവുമിട്ട് തയ്യാറാവും. അപ്പോൾ താത്യ സ്വർണവർണ്ണത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ചേല അദ്ദേഹത്തിന്റെ ദേഹത്തിൽ ഇട്ടുകൊടുക്കും. അതിനുശേഷം ബാബ തന്റെ അടുത്തുള്ള വിറകുകെട്ട് വലതുകാൽ വെച്ച് നീക്കിവെച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് വലതുകൈ കൊണ്ട് കെടുത്തി ചാവടിക്ക് പുറപ്പെടുന്നു. എല്ലാ വാദ്യോപകരണങ്ങളും, ചെണ്ട, ബാൻഡ്, കുഴല്, മൃദംഗം മുതലായവ, അവയുടെ പലതരം ധ്വനികൾ മുഴക്കുകയായി. കരിമരുന്ന് പണികളെ കൊണ്ട് വർണ്ണോജ്വലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. സ്ത്രീകളും പുരുഷന്മാരും സംഗീതോപകരണങ്ങളോടുകൂടി ബാബയുടെ ഭജന പാടിക്കൊണ്ട് നീങ്ങുന്നു. ചിലർ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുന്നു. ചിലർ കൊടിക്കൂറകളും മറ്റും പിടിക്കുന്നു. ബാബ ഒതുക്കിന്മേൽ കാൽ വയ്ക്കുന്നതോടുകൂടി ബാബയുടെ ഇരുവശത്തും വെൺചാമരം പിടിച്ചവർ നിന്ന് അദ്ദേഹത്തിന് വീശിക്കൊടുക്കുന്നു. ഭക്തന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് വെള്ള വിരിച്ച പാതയിലൂടെ ബാബ മന്ദം മന്ദം നടക്കുന്നു. താത്യ ഇടതുകൈയും മാലാസപതി വലതുകൈയും പിടിക്കുന്നു. ബാപ്പു സാഹേബ് ജോഗ് വെൺകൊറ്റക്കുട പിടിക്കുന്നു. ഈ വിധത്തിൽ ബാബ ചാവടിയിലേക്ക് എഴുന്നള്ളുന്നു. പരിപൂർണമായി അലങ്കരിക്കപ്പെട്ട ശ്യാമകർണൻ എന്ന കുതിര വഴികാട്ടിയായി മുന്നിലും, അതിനു പുറകെ സേവകന്മാരും വാദ്യക്കാരും ഭക്തന്മാരും മറ്റും നടക്കുന്നു. സംഗീതോപകരണങ്ങളുടെ ശ്രുതിക്കനുസരിച്ച് ഹരിനാമവും സായിനാമവും മധുരമധുരമായി പാടുന്നു. ഇങ്ങനെ ഘോഷയാത്ര ചാവടിയുടെ മൂല വരെ പോകുമ്പോഴേക്കും സർവ്വജനങ്ങളും അത്യന്തം സന്തുഷ്ടരായി തീരുന്നു. ഈ മൂലയ്ക്കെത്തുമ്പോൾ ബാബ ചാവടിക്ക് അഭിമുഖമായി നിൽക്കുന്നു.
അന്നേരം അഭൗമമായ പ്രഭാമണ്ഡലം അദ്ദേഹത്തെ ആവരണം ചെയ്തതായി കാണാം. ബാബയുടെ മുഖം പ്രഭാത സൂര്യനെ പോലെ വിളങ്ങുന്നുണ്ടാവും. ബാബ വടക്കോട്ട് തിരിഞ്ഞ് ധ്യാനനിരതനായി ആരെയോ വിളിക്കുന്ന മാതിരി നിൽക്കും. ബാബ വലങ്കൈ മേലോട്ടും കീഴോട്ടും കുറച്ചുനേരം തുടർച്ചയായി വീശുമ്പോൾ എല്ലാ വാദ്യോപകരണങ്ങളും മധുരസ്വരം പൊഴിക്കും. അന്നേരം കാക്കാ സാഹേബ് ദീക്ഷിത് ചുവന്ന കുങ്കുമം പുരണ്ട കുറെ പുഷ്പങ്ങൾ ഒരു തട്ടിൽ വെച്ച് കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് ബാബയുടെ ദേഹത്തിൽ സമർപ്പിക്കും. അന്നേരം സംഗീതോപകരണങ്ങൾ ഗംഭീരമായി വായിക്കുന്നുണ്ടാവും. ബാബ ശോഭ കൊണ്ട് വിളങ്ങിക്കൊണ്ടിരിക്കും. എല്ലാവരും ആനന്ദത്തോടെ ഈ പ്രഭാപൂരം കണ്ടാസ്വദിക്കും. ഈ അവസരത്തിലെ മാഹാത്മ്യവും ഗാംഭീര്യവും വിവരിക്കാൻ വാക്കുകളുണ്ടാവില്ല. ഇടയ്ക്ക് മാലാസപതി ദൈവാവേശം കയറി നൃത്തം വയ്ക്കുന്നുണ്ടാവും. പക്ഷേ ബാബയുടെ ധ്യാനത്തിന് ഒരിളക്കവും വരുന്നില്ലെന്ന് കണ്ട് എല്ലാവരും അതിശയിച്ചു പോവും. ഒരു റാന്തലുമായി താത്യ പട്ടേൽ ബാബയുടെ ഇടതുഭാഗത്തും മാലാസപതി ബാബയുടെ ഉടുപ്പിന്റെ തലയ്ക്കു പിടിച്ചുകൊണ്ട് വലതുഭാഗത്തും നടക്കും. എന്തൊരു സുന്ദരമായ ഘോഷയാത്ര! എന്തൊരു ഭക്തിപ്രകടനം! ഇതു കാണാൻ സ്ത്രീകളും പുരുഷന്മാരും ധനികരും ദരിദ്രരും എല്ലാവരും തടിച്ചുകൂടും. ബാബ വളരെ സാവധാനമേ നടക്കൂ. ഭക്തന്മാർ പ്രേമാദര ഭക്തിയോടെ ഇരുവശത്തുമായി അനുഗമിക്കുന്നു. ഇങ്ങനെ ആനന്ദം വഴിയുന്ന അന്തരീക്ഷത്തിൽ ഘോഷയാത്ര ചാവടിയിലെത്തുന്നു. അന്നത്തെ കാഴ്ചകളും ആ കാലവും ഇന്ന് പോയി മറഞ്ഞു. ആർക്കും ഇനി അത് കാണാൻ കിട്ടില്ല. എങ്കിലും ആ രംഗം മനസ്സിൽ വിഭാവനം ചെയ്തു നമുക്ക് മനഃശാന്തിയും സമാധാനവും തേടാം. ചാവടിയും ഒരു വെള്ള മേലാപ്പും കണ്ണാടികളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കും. അവിടെ എത്തുമ്പോൾ താത്യ മുന്നിൽ പോയി ഇരിപ്പിടം ഒരുക്കി കുഷ്യൻ വെച്ചു തയ്യാറാക്കും. ബാബ അവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ല കോട്ട് ധരിപ്പിക്കും. അപ്പോൾ ഭക്തന്മാർ അദ്ദേഹത്തെ പലതരത്തിലും ആരാധിക്കും. അവർ അദ്ദേഹത്തെ കിരീടം ധരിപ്പിച്ച് മാല ചാർത്തി ചന്ദനം കൊണ്ട് വൈഷ്ണവന്മാരെ പോലെ മുഗ്ഗോപി തൊടുവിപ്പിച്ച് തൃപ്തിയാവോളം നോക്കിയിരിക്കും. അവർ കിരീടം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വെച്ച് ബാബ അതെടുത്ത് ദൂരേക്കെറിയുമോ എന്നു ഭയന്ന് പിടിച്ചുകൊണ്ടു നിൽക്കും. ബാബ അവരുടെ ഹൃദയശുദ്ധി അറിഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കാതെ വിനയത്തോടു കൂടി ഇരിക്കും. ഈ വക അലങ്കാരങ്ങളാൽ അദ്ദേഹം അത്യധികം മനോഹരനായി തീരും. നാനാ സാഹേബ് നിമോൻകർ അലങ്കൃതവും മകുടവും അലക്കുകളുമുള്ള ഒരു വെൺകൊറ്റക്കുട അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കും. ബാപ്പു സാഹേബ് ജോഗ് ബാബയുടെ പാദങ്ങൾ കഴുകിച്ച് അർഘ്യം കൊടുക്കുകയും കൈകളിൽ ചന്ദനം പൂശുകയും താമ്പൂലം കൊടുക്കുകയും ചെയ്യുമ്പോൾ ബാബ ആസനത്തിൽ തന്നെ ഇരിക്കുകയും താത്തയും മറ്റു ഭക്തന്മാരും അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിക്കുകയും ചെയ്യും. ബാബ കുഷ്യനിൽ ചാരിയിരിക്കുമ്പോൾ ഭക്തന്മാർ ചാമരം വീശിക്കൊടുക്കും. ശ്യാമ ചിലിൻ തയ്യാർ ചെയ്ത് താത്യയ്ക്ക് കൊടുക്കുമ്പോൾ താത്യ ഒരു പുക വലിച്ച് ബാബയ്ക്ക് കൊടുക്കും. ബാബ ഒരു പുക വലിച്ച് മാലാസപതിക്ക് കൊടുക്കും. അങ്ങനെ അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. ആ ചിലിം അനുഗ്രഹീതമാണ്. ആദ്യം അതിന് കുശവന്റെ ചവിട്ടും മറ്റുമേൽക്കുന്നു. വെയിലിലും തീയിലും വേവുന്നു. ആ തപശ്ചര്യയ്ക്കു ശേഷം അതിന് ബാബയുടെ കരങ്ങളുടെയും ചുണ്ടുകളുടെയും സ്പർശനമേൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം ഭക്തന്മാർ ബാബയെ ഹാരമണിയിച്ച് വാസനദ്രവ്യങ്ങളും മണമുള്ള പൂക്കളും അർപ്പിക്കുന്നു. തികച്ചും നിസ്സംഗതയുടെ മൂർത്തിഭാവമായ ബാബയ്ക്ക് മാലയിലും ആഭരണങ്ങളിലും യാതൊരു ശ്രദ്ധയുമില്ലെങ്കിലും ഭക്തന്മാരുടെ ഇംഗിതത്തിനു വഴങ്ങി അവർ എന്തു ചെയ്യുന്നതും സ്വീകരിക്കുകയാണ്. ഒടുവിൽ വാദ്യസംഗീതത്തിന്റെ അകമ്പടിയും എല്ലാ ചടങ്ങുകളോടും കൂടി ബാപ്പു സാഹേബ് ജോഗ് ബാബയ്ക്ക് ആരതി കാണിക്കുന്നു. ഈ ആരതിക്കു ശേഷം ഭക്തന്മാർ ഓരോരുത്തരായി ബാബയെ നമസ്കരിച്ച് അനുവാദം വാങ്ങി മടങ്ങിപ്പോകും. താത്യ സാഹേബ് ചീലിയും അത്തർ പനിനീർ മുതലായവ കൊണ്ട് പരിചരിച്ച് പോകാൻ ഒരുങ്ങിയാൽ ബാബ പറയും, എനിക്ക് കാവൽ നിൽക്കണം. നിനക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ രാത്രിയിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് എൻ്റെ കാര്യം അന്വേഷിക്കണം. അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞ് താത്യ ചാവടി വിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ ബാബ തന്നെ വിരിപ്പ് തയ്യാറാക്കും. 50-60 വെള്ള വിരികൾ മേൽക്കുമേൽ വിരിച്ചതിൽ ബാബ കിടന്നു വിശ്രമിക്കും. നമുക്കും ഈ അധ്യായം അവസാനിപ്പിച്ച് വിശ്രമമെടുക്കാം. വായനക്കാർ നിത്യവും ഉറങ്ങുന്നതിനു മുമ്പായി സായിബാബയെയും അദ്ദേഹത്തിന്റെ ചാവടി ഘോഷയാത്രയെയും സ്മരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.